ഞാൻ സൂസൻ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഒരു തണ്ണിമത്തൻ ജ്യൂസാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് തണ്ണിമത്തനാണ്. ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്ത ജ്യൂസ് മൊത്തം കുരുവും കളയണം, അതിൻ്റെ കുരു പോലും കാണില്ല. ഇങ്ങനെ എടുത്തത് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ച് എടുത്ത ജ്യൂസാണിത്. കണ്ടോ, മിക്സിക്കകത്തിട്ട് അടിച്ച. പക്ഷേ ഇങ്ങനെ മിക്സിക്കകത്തിട്ട് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിതിൻ്റെ അകത്ത് ഒരു കാന്താരി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇരിക്ക് വേണ്ടി ഒരു കാന്താരി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ആ കാന്താരിയോട് ഇട്ടാണ് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ച് നല്ലതായിട്ട് അരിച്ച് എടുത്ത ജ്യൂസാണിത്. കണ്ടോ, നല്ലതായിട്ട് അടിച്ച് എടുത്ത ജ്യൂസാണിത്. ഇതിൻ്റെ അകത്ത് ഞാനൊരു അര നാരങ്ങ ചേർക്കുന്നുണ്ട്. ഒരര നാരങ്ങ ഇതിൻ്റെ തൊട്ട് പിഴിഞ്ഞ് ചേർത്തു. എന്നിട്ട് ഒരു ഇഞ്ചിയുടെ നീര് ഒരു 3-4 തുള്ളി മതി, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, അത്രയും മതി. 3-4 തുള്ളി മതി. ഇത് ഇഞ്ചിയുടെ സത്ത് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് നമുക്ക്. അതുകൊണ്ട് ഞാനൊരു 3 തുള്ളി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. 3 തുള്ളി ഒഴിച്ചു. ഇനി നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് നല്ല പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഈ തണ്ണിമത്തൻ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ചേർത്ത് നല്ലതായിട്ട് കലക്കിയെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ തണ്ണിമത്തൻ്റെ ജ്യൂസിൻ്റെ അകത്ത് ഞാൻ അര നാരങ്ങ ചേർത്തിട്ടുണ്ട്, ഒരു കാന്താരി ചേർത്തിട്ടുണ്ട്, ഒരു 2-3 തുള്ളി ഇഞ്ചിയുടെ നീരും ചേർത്തിട്ടുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് എടുക്കുകയാണ്. ഗ്ലാസ്സിലോട്ട് എടുത്തു. അത് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി, ഈ നല്ല ചൂട് സമയമാണല്ലോ ഇപ്പോൾ, എല്ലാവരും ഈ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുക, കഴിക്കുക. ആവശ്യമുള്ളവർ ഇതിനകത്ത് പഞ്ചസാരയോടെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.